ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ശോകമൂകമായിരുന്നു ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്ത് പറ്റിയെന്നും അറിയത്തില്ല, പക്ഷേ ശോകത്തിലായിരുന്നു. പിന്നെ നമ്മൾ കുറേ മോട്ടിവേഷനൊക്കെ സ്വന്തമായിട്ട് കൊടുത്ത് എനർജിയൊക്കെ ആക്കിയാലും ഇല്ല, കാറ്റ് പോയ ബലൂൺ പോലെയാവും പിന്നത്തെ അവസ്ഥ. പണ്ടുള്ളവർ പറയുന്നത് പോലെ പിന്നും പഴയ 12 തന്നെ, 12 18 അതെനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്തോ പണ്ടുള്ളവർ ആരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജൂലിയുടെ അടുത്ത് വന്ന് കുറേ നേരമായിരുന്നു അവളുടെ അടുത്ത് വന്നിരുന്നപ്പോഴത്തേക്കും അവൾ ദിവസം എൻ്റെ അടുത്ത് വന്ന് അവളും കിടന്നു. അങ്ങനെ അവളെയും കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമുക്ക് നരളി കുറച്ച് പോത്തു. അങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുട്ടിൽ പോയി നിന്ന്. പൂന്തോട്ടമൊന്നും അല്ലെങ്കിൽ അരളി എനിക്ക് പൂന്തോട്ടം മാതിരി ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പോയി പാട്ട് കേട്ടു. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ഗൈസ്? ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ കുറേ നേരം പോയി അവിടെ നിന്ന്. എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇതെനിക്ക് വക്കൽ വരെ പോകണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വക്കലിലോട്ട് പോകണത്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പം ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചേഞ്ച് നാറുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ മാമ്പഴത്തിൻ്റെ അവിടെ നിന്നിട്ടുണ്ട് ബസ് കാത്ത്. അങ്ങനെ അതോ ബസ് വന്നു ഗൈസ്. അപ്പം ഞാൻ ബസ്സിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ വർക്കല എത്തി. അപ്പോൾ ചേച്ചി വരാൻ താമസിച്ചത് കൊണ്ട് കുറച്ച് നേരം കമ്മലിലോട്ടായി എൻ്റെ എത്തിനോട്ടം. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ നമ്മളെ കടയിൽ വന്നു. അവിടെ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു. അവിടുത്തെ 2 ചേച്ചി, ഒരു അനിയത്തിക്കുട്ടി, ഒരു ചേച്ചി നല്ല സ്നേഹമായിരുന്നു കേട്ടോ. ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കാര്യം ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ മേടിക്കാൻ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഗൈസ്? അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.